ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കാണുന്ന ഒരു അബദ്ധം നിങ്ങൾ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത്. സിറ്റ് ഔട്ട് ഏരിയ പലപ്പോഴും നമ്മുടെ സ്റ്റെപ്പ് എല്ലാം വെള്ളം നനയുന്ന സാഹചര്യം നമ്മൾ കാണാറുണ്ട്. അതല്ലെങ്കിൽ പഴയ വീടുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് ഏരിയ അല്ലെങ്കിൽ ആ ഫ്രണ്ട് ഏരിയ നമ്മൾ പിന്നെ ഒരു ഷീറ്റ് ഇട്ട് ഇറക്കിയതായിട്ട് കാണാറുണ്ട്. ഇത് വരാനുള്ള പ്രധാന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ കുറച്ച് എക്സ്ട്രാ പ്രൊജക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രയാസം ഒഴിവാക്കാൻ പറ്റും. നമ്മൾ ഇത്രയും ലക്ഷങ്ങൾ ചിലവാക്കി ഡിസൈൻ ചെയ്ത വീടിൻ്റെ മുന്നിൽ പിന്നെ ഒരു ട്രസ് വർക്ക് വരുമ്പോൾ അതൊരു ഓക്വേർഡ് ഫീൽ ഉണ്ടാവും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സിറ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഒരു പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ട് പ്രൊജക്ഷൻ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറയാം. അത് നമ്മളുടെ ഡിസൈൻ ഏത് തീമിലാണോ ആ തീമിന് മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ ഒരു മിനിമം 1 മീറ്റർ പ്രൊജക്ഷനെങ്കിലും കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി ഇത് ചിലപ്പോൾ എല്ലാ ഡിസൈനിലും പോസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. അത്തരം കേസിൽ അവിടെ ഒരു ഡെമ്മി വാളോ അതല്ലെങ്കിൽ ഒരു ഷോ വാളോ ഡിസൈൻസോ വേറെ എന്തെങ്കിലും ഒരു അഡീഷണൽ കമ്പോണൻസ് കൊടുത്തിട്ട് അതിനെ ബാലൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു പ്ലാനിങ് സ്റ്റേജിലാണെങ്കിൽ ഇത് നിങ്ങളുടെ ആർക്കിടെക്ട് അല്ലെങ്കിൽ എഞ്ചിനീയറുമായിട്ട് കൺസൾട്ട് ചെയ്യുക. നല്ല ഭവനങ്ങൾ നമുക്ക് ഒന്നിച്ച് നിർമ്മിക്കാം. നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചറൽ സംബന്ധമായ എല്ലാവിധ പ്രൊഫഷണൽ സേവനങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹത്തോടെ എഞ്ചിനീയർ ജാസിം ആനമങ്ങാട്.